കേരളം കടുത്ത വേനലിലേക്ക് നീങ്ങുമ്പോൾ ഏറ്റവും രൂക്ഷമാകുന്നത് കുടിവെള്ളക്ഷാമമാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാൻ പോലും പ്രയാസപ്പെടുന്ന നാട്ടുകാരെ പലയിടങ്ങളിലും കാണാം. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് സാമൂഹ്യദ്രോഹിയായ യുവാവ് കിണറുകളിൽ ആസിഡും കരിയോയിലും കലക്കിയൊഴിച്ച് മലിനമാക്കിയത്. പത്തനംതിട്ട കൊടുമണ്ണിൽ 12ഓളം കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായി. നാട്ടുകാരുടെ പരാതിയിൽ പ്രദേശവാസിയായ റിതേഷിനെ കൊടുമൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുമൺ ഐക്കാട് പ്രദേശത്തെ 12ഓളം കിണറുകളിലാണ് പ്രദേശവാസിയായ റിതേഷ് കരിയോയിലും ആസിഡും ഒഴിച്ചത്. രാവിലെ വെള്ളം ഉപയോഗിച്ച വീട്ടുകാർക്ക് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് കിണറുകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ആസിഡ് ഒഴിച്ചതായി കണ്ടെത്തിയത്. 2 കിണറുകളിൽ കരിയോയിലും ബാക്കി കിണറുകളിൽ ആസിഡുമാണ് കലർത്തിയത്. സംഭവത്തിൽ റിതേഷിനെ പോലീസ് പിടികൂടി. ഇത് ഒത്തിരി ദിവസത്തെ ശല്യമാണ്. പിന്നെ നമ്മുടെ പേരെ വന്ന് ഗ്യാസ് തുറന്നു വിട്ടു. പിന്നെ കുറേ നാളുകൊണ്ട് പ്രശ്നങ്ങളാണ്. പക്ഷെ ഇപ്പോഴേ വെള്ളത്തിനകത്ത് ചെയ്യുന്നത് ഇന്നാ. കിണറുകളെല്ലാം മലിനമാക്കപ്പെട്ടതോടെ വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കുടിവെള്ളക്ഷാമം മുമ്പ് തന്നെ ഇവിടെ രൂക്ഷമാണ്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പത്തനംതിട്ട.